കഴിച്ചു ഞങ്ങളിപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതോ റാൻഡം ബംഗാളീസ് വന്നിട്ടുണ്ടായിരുന്നു. ആരെന്ന് എനിക്കറിയില്ല. ചുമ്മാ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏതോ ബംഗാളീസ് വന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ കിട്ടി നമ്മൾ ബിആറിൽ ഹീറോയ്ക്ക് അടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ ഇറങ്ങിയത് തിന്നാൻ വില്ലേജ് അവിടെ ഇതായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ സോങ് വന്നുകൊണ്ട് ഞാൻ നേരെ ഹാങ്കറിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഇങ്ങനെ ഓടി വന്നപ്പോഴേക്കും ലെഫ്റ്റിലായിട്ട് കുറച്ച് ടോക്കൺ കിടക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പോയി എടുക്കാതിരിക്കുകയാണ്. പിന്നെയാണ് ഞാൻ കണ്ടത് എൻ്റെ സ്കാർ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ചിപ്പായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ സ്കാർ നമുക്കിപ്പോൾ ലെവൽ 3യും മറ്റേ M10 നമുക്കിപ്പോൾ ലെവൽ 1 ആയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹാങ്കറിൽ പോയിട്ട് പതുക്കെ ലൂട്ട് അടിക്കാൻ പുറത്ത് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആയിട്ട് മറ്റേ എനിമി മറ്റേ ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അവനെ കൂടെ ഒന്ന് അവിടെ പോയി ലൂട്ട് അടിക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ M10 കുറച്ച് ആമോ എടുത്തിട്ട് ഇങ്ങനെ കേൾസില്ലാണ്. അവിടെ ഐസൈഡിലും എനിമി ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് 2 പേരൊന്നുമല്ല 2-3 പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ കുറച്ച് ഡാമേജ് കൊടുത്തറിയും കണ്ട് പുറകിനുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് ഹീലടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ മെഡിക്കറ്റൊക്കെ അടിച്ചിട്ട് ഓക്കെ ഔട്ട്ഫോമാണ് അവൻ. അപ്പോഴേ ഞാൻ പതിയെ നൈസായിട്ട് സൈഡിലേക്ക് മാറി. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ട്. എൻ്റെ സൂപ്പർമാർട്ടൊക്കെ അടിച്ചു. അപ്പോൾ ഞാനോർത്ത് ആ ടീമേറ്റ് അവൻ എടുത്തോളുന്നാണ്. പക്ഷെ അവൻ കൊന്നിട്ടില്ല. അവനിങ്ങോട്ട് കയറി വരികയാണ് ഞാൻ. എനിക്കൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് അവൻ എൻ്റെ ഗ്ലൂ ഇട്ടിരുന്ന നെറ്റ് പോയിട്ട് ഇപ്പോഴും അങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് പുറകിലാണ് ഞാൻ അടിക്കാൻ ഓർത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ടീമേറ്റ് നല്ല അടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനടിക്കാൻ ഞാൻ നിൽക്കുമ്പോഴത്തേക്കും അവൻ കയറി നിന്നു. അവനവിടെ കഴിഞ്ഞു. അവന് സോൺ ഡാമേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡാമേജ് കൊടുത്ത് അവനെന്തായാലും കിട്ടിയിട്ടുണ്ട്. സ്കാറായിട്ട് നോക്കുമ്പോൾ മിഡ് റേഞ്ച് അവന് ഡാമേജ് കൊടുത്തു. അതുകൊണ്ട് ഇവിടെ പോയിട്ട് ഇവിടെ വെച്ച് ലൂട്ട് അടിച്ചിട്ട് അപ്പോഴേക്കും സോങ് വന്നു ഗൈസ്. അപ്പോൾ ഞാൻ ശരിക്കിപ്പോൾ മെഡിക്കിറ്റ് അടിക്കാനല്ല ഓർത്തെ, കുറച്ച് റിപ്പയർ കിറ്റ് ഒന്ന് അടിക്കാനകത്ത് ആണ് ഓർത്തത്. അപ്പോഴേക്കും ഞാൻ ഈ ലൂട്ട് ബോക്സിൽ പോയി നോക്കിയിട്ട് അപ്പോൾ അവിടെ മറ്റേ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, മറ്റേ ഫോൺ സ്കോപ്പും. അപ്പോൾ ടീംമേറ്റ് ഇവിടെ നോക്കായി. അപ്പോൾ അടിച്ചിട്ട് അവനെ അടിച്ചാൽ പേടിക്കാൻ മാത്രം കുത്തി കുടിച്ചോണ്ടിരിക്കണം. അപ്പോൾ ഇവനെ ഡാമേജ് കിട്ടും. എന്നിട്ട് കയറി ചെന്ന് പിന്നെ അവൻ ചാവുന്നുണ്ടായിരുന്നു. അതോ ഷീൽഡ് പോയിൻസ് ഉണ്ടെന്ന്. അപ്പോൾ അവൻ മറ്റേ സ്ഥലത്ത് സാൻഡിലും കിട്ടും. അപ്പോൾ എനിക്ക് അതിന് മറ്റേ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഒരു 8 നമ്പർ കൊടുത്തപ്പോഴത്തേക്കും അവനവിടെ നോക്കായി. പിന്നെ അപ്പുറം ഇതാ നിൽക്കണ്ടായിരുന്നു. കുറച്ച് ഡാമേജ് കൊടുത്തേക്കും ആ കില്ലൂടെ വന്ന് ആ ടീം അങ്ങോട്ട് വെളിപ്പാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് പക്ഷെ അവിടെ 2-3 ഒരു ഡാമേജ് കൊടുത്തു. എന്നിട്ട് ഒരു മെഡൊക്കെ അടിച്ചിട്ട് അപ്പുറത്ത് ലൂട്ട് ബോക്സിൽ പോയി എടുക്കാനാണ് പ്ലാൻ. എന്നിട്ട് അപ്പത്തെ എനിമി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അവിടെ തല കണ്ടത് പോലെ തോന്നിയോണ്ടാണ് സ്കോപ്പ് നോക്കിയത്. പിന്നെ തസൂരി വേഗം കയറിയിട്ട് ഗ്ലൂ ഇട്ട് ഒന്ന് കളിക്കാൻ വിചാരിച്ചു. എന്നിട്ട് മറ്റേ ഗ്രാനേഡ് എടുക്കാൻ വേണ്ടി കുറച്ച് ഏറാമ വന്നിട്ട് ഗ്രാനേഡ് കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ സോണും ഉണ്ട്, പിന്നെ ടീമേറ്റ് രണ്ടുപേരും നോക്കായിരുന്നു. അവരെ നോക്കി വേണം. അപ്പം അതിന് വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലോക്കിലേക്ക്. ഞാൻ ഫോൺ സ്കോപ്പാണ് ടൂൺ സ്കോപ്പാണ് എടുത്ത് കളഞ്ഞത് എന്തായാലും. ഇത് നമ്മളെ ടീമായിട്ട് പൊക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരും കൂടെ ഒന്ന് പൊക്കണം. ടോക്കൺ ഉണ്ടായിരുന്നു, എന്നാലും ടോക്കൺ വെച്ചിട്ട് ഇതും കൂടെ ഇട്ടിട്ട് അതിനെ പൊക്കാൻ വേണ്ടി നോക്കുവാണ്. ഇപ്പോൾ കയറിയില്ലെങ്കിൽ സോങ് ചെയ്താൽ പറ്റില്ല, അതുകൊണ്ടാണ് വേഗം ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇവിടെ പോയി ടോക്കൺ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒമ്മയെല്ലാം ഓടി വന്നെങ്കിൽ ഒമ്മ അടിക്കാതാണ് പോയതുണ്ട്, വേറെ ഒന്നും വേണ്ടല്ല. എന്തായാലും ഇനി ഒരു ഇത് വേണ്ടുള്ളൂ. നോക്കിയിരിക്കുമ്പോൾ നോക്കിയതാണ് കേട്ടോ വൈസ് ഞാൻ ഇന്ന് എത്ര ഇൻഹേലർ ഉണ്ടെന്ന്. അപ്പോൾ 2 ഓനായിട്ടുണ്ട്, മീൻസ് സൂപ്പർ ഇൻഹേലറും മറ്റൊരു ഓനായിട്ടുണ്ട്. അപ്പോൾ വേഗം സോങ് ആണ് എന്തായാലും. എൻ്റെ ഒരു ഇൻഹേലറൊന്നും അധികമില്ല, പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ.
തഫിയൊക്കെ ഇട്ട് വേഗം കയറുന്നുണ്ട്. അത്യാവശ്യം സൗണ്ട് ഡാമേജൊക്കെ അടിക്കുന്നുണ്ട്. 3 HP വെച്ച് കുറേ ഉണ്ട്. അപ്പോൾ അവരായിട്ട് നമ്മുടെ ടീമേറ്റിന് കുറച്ച് ഡാമേജ് പോയിക്കാൻ കൊടുക്കണ്ടായിരുന്നു. അവൻ എന്തായാലും നമ്മുടെ ടീമേറ്റുകൊണ്ട് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. പിന്നെ മെഡിക്കറ്റ് മേടിച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോയി കുറച്ച് ഇവിടെ ലൂട്ട് അടിക്കാൻ വന്നപ്പോൾ അവൻ്റെ ലൂട്ടൊന്നുമില്ല. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ലൂട്ടൊന്നും എടുത്തൊന്നുമില്ല. അതുകൊണ്ട് പോയിട്ട് 2 ഇൻഹേലറും കൂടെ വാങ്ങിച്ചിട്ട് ആ സോങ് അടുത്ത സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തത് ഇൻഹേലർ മറ്റേ ഫ്രീ സാധനങ്ങളൊക്കെ അതൊന്നും വാങ്ങിച്ചില്ല. ഇവൻ സൂപ്പർ മിൻ്റൊക്കെ കിട്ടില്ല. അപ്പോൾ ഇതൊന്നും അടിച്ചിട്ട് അത് വാങ്ങിക്കാമെന്ന് പോയി നോക്കുകയാണ്. പക്ഷേ അത് വാങ്ങിക്കാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് മോൺസ്റ്ററൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ വേഗം പോയിട്ട് സോങ് വന്നതിന് മുമ്പ് കയറുന്നത് തഫിയൊക്കെ ഇട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പോയി എൻ്റെ സാധനമൊക്കെ വാങ്ങിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ എന്തൊക്കെയോ അവിടെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബാഗ് കണ്ട് ഫുള്ളായപ്പോൾ വീണ് കണ്ടാണ്. ഇത് കുറച്ച് 7 കളഞ്ഞിട്ട് 8 കുറച്ച് ആകുമ്പോൾ എടുത്തു. പിന്നെ 7 മിക്ക സ്ഥലത്തും കിട്ടുമല്ലോ. മറ്റേതൊക്കെയാണ് വേറെന്നല്ല കുറച്ച് കുറവ് അതൊക്കെയാണ്. ഇത് വേഗം കയറാൻ വേണ്ടി നിൽക്കുവാണ്. എന്നിട്ട് നമ്മളെ ടീമേറ്റ് നോക്കിയപ്പോൾ ഞാൻ പൊക്കാൻ ഇവിടെ പോയി നിൽക്കുവാണ്. ഇത് വേൾ പോയിന്റില്ല. അപ്പോൾ ലെഫ്റ്റിൽ ഞാൻ റൈറ്റിലേക്ക് വാങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോഴത്തേക്കും പീക്കിൽ ഒരു സോമുഷൻ നിൽക്കുന്നുണ്ട്. ഞാൻ വെട്ടുമ്പോഴൊക്കെ അതിൻ്റെ വേഗം വേവാവുന്ന വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല മരത്തിൻ്റെ പുറകിലാണ് ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റിനെ കഴിക്കാൻ മുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കഫയൊക്കെ ഇട്ട് സോങ് ചെയ്തതാണ്. ഞാൻ ഇന്ന് വന്നപ്പോൾ പേരായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനവിടെ നോക്കിയിട്ടുണ്ട്. ലെഫ്റ്റിലായിട്ട് ലോങ് ഫൈറ്റ് കണക്കുണ്ട്. പക്ഷെ നമ്മൾ ഇടവണ ഇതിൽ അത്യാവശ്യം ലോങ് റേഞ്ച് പറഞ്ഞിട്ടുണ്ടാവും. സാധാരണ പറഞ്ഞാൽ ഈ ലോങ് റേഞ്ച് വല്ല കളിക്കാൻ പറ്റില്ല, മിഡ് റേഞ്ച് ആയിട്ടുള്ളൂ. ഞാൻ കൂടുതൽ ഫൈറ്റ് എടുക്കാൻ നിന്നില്ല. ഇത് നോക്കുമ്പോൾ നമ്മുടെ ടീമേറ്റിന് കിട്ടാൻ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനെ കയറി എടുക്കാൻ വേണ്ടി എന്താ വെച്ച് പോയിട്ട് നേരെ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ കാളൊന്നാണ്. അല്ല അവിടെ കുറേ എനിമീസൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഫൈറ്റ് എടുക്കാനൊന്നുമില്ല. നമ്മളല്ലേ പുറകിലായിട്ട് ഒരുത്തൻ എൻ്റെ സോളോ ഡയർ എടുക്കുന്നുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ അവനെ പോയി ഒന്ന് അടിക്കണം. പിന്നെ ഉണ്ട വേണ്ടാമത് ഈ ഹീൽ പിക്സിലെ ചേർന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇവിടെ M4 കിടക്കുന്നുണ്ട്. പക്ഷെ സ്കാളുണ്ട്, അത് ഞാൻ എടുത്തില്ല. ഞാൻ ഇവിടെ ആവുന്നതാണ് ഇവിടെ പോയി നോക്കിയത്. പക്ഷെ അവിടെ അല്ലായിരുന്നു. ഞാൻ എൻ്റെ പൊക്കത്തുണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾ അവിടെ വെടിയൊക്കെ കണ്ടവൻ അവനാണ് അവൻ. അപ്പം ഞാനും അത് അവനെ ബോംബ് ഇട്ട് വീഴ്ത്താണ്ട് ബോംബൊക്കെ എടുത്ത് ഇന്നിങ്ങനെ നോക്കിയിട്ടുണ്ട്. എൻ്റെ ഇട്ട് പക്ഷെ അവന് ഡാമേജ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെ ടീമേറ്റ് വലിയ ഹീറോയ്സ് കാണിച്ച് കയറി പോകുന്നുണ്ട്. അപ്പോൾ അവൻ നോക്കായി മറ്റൻ കഴിഞ്ഞു. അവൻ്റെ ടീം വൈപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടീമേറ്റ് അവിടെ കയറി പോകണ്ടാവുന്നു പൊക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മായി പൊക്കിയിട്ട് വരുന്നതാണ് പക്ഷേ 4ാമത്തെ ചാവുന്നെങ്കിൽ ഉറപ്പായിരുന്നു. കാരണം അവൻ്റെ അടുത്ത് മതിക്കുന്നുണ്ടായിരുന്നു. അവന് HP ഇല്ലായിരുന്നു. ഇവൻ പിന്നെയും കയറി പോകണ്ട അങ്ങോട്ട്. അപ്പോഴത്തേക്കും ഇവനും കൂടെ നോക്കായിരുന്നു ഉണ്ട്. ഹീറോയ്സ് കാണിച്ചുകൊണ്ട് സോണിൻ്റെ പുറത്തേക്ക് അമ്മയെ പൊക്കാൻ നോക്കാൻ ടോക്കനൊക്കെ അത്യാവശ്യമുണ്ട്. അമ്മയെ എവിടെയും വെച്ചിട്ട് വേഗം സോങ് കാണാൻ എനിക്ക് ആദ്യം ഇഷ്ടമുള്ളൂ. വേഗം കയറിയിട്ട് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് 9 HP ഉണ്ടായിരുന്നു. വേഗം കണ്ടിട്ട് സൂപ്പർമാർക്കറ്റ് അടിക്കുവാണ്. എൻ്റെ കയറി ഇവിടെ ഒരു റിപ്പയർ കിട്ടിയിട്ടുണ്ട്. അതെടുത്തിട്ട് അപ്പുറത്തായിട്ട് എനിമി ഉണ്ട്. അപ്പോൾ അവനെ പോയി അടിക്കാൻ വേണ്ടി നോക്കുവാണ്. ഞാൻ ഈ ലൊക്കേഷൻ വെച്ചിട്ടുണ്ട്. അവന്മാരെല്ലാം വന്ന് എടുത്തോട്ടെ നോട്ട്. അവന്മാരും വന്നിട്ടില്ല. അവിടെ കുറച്ച് HP കൊടുക്കാമെന്നാണ് നോക്കിയത്. പക്ഷേ അത് നടന്നില്ല.
എന്തായാലും നമ്മൾ ഹീറോയ്ക്ക് അടിക്കാനുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ ഹീറോയ്ക്ക് അടിക്കുമെന്ന് നോക്കാം. ഓക്കെ, ഹീറോയ്ക്ക് അടിച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടാത്ത എന്ന് വെച്ചാൽ അതിൻ്റെ റീസണുകളൊന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമാണ് അത് എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ശരി എന്നാൽ.